പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ ഇന്ത്യ ചരിത്രത്തിൽ നിന്ന് ഇന്നേ ദിവസം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് റൗലത്ത് നിയമവും ജാലിയൻ വാലാബാഗും. നമുക്കറിയാം PSCയുടെ ചോദ്യമേഖലയിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ഏരിയയാണിത്. എന്താണ് റൗലത്ത് നിയമം? റൗലത്ത് നിയമം എന്ന് പറയുമ്പോൾ അതിനു മുന്നായിട്ട് നമുക്കൊരു കാര്യം പഠിച്ചുറപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ ആൾറെഡി പഠിച്ചതാണ്. നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കാം. 1905 ബംഗാൾ വിഭജനമാണല്ലോ ഇന്ത്യയിൽ തീവ്ര ദേശീയതയ്ക്ക് തുടക്കം കുറിക്കുക. ഇന്ത്യയിൽ ഒട്ടാകെയുള്ള ഭൂപ്രദേശത്ത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ആദ്യമായി ജനങ്ങൾ ശബ്ദമുയർത്തുക. അതുകൊണ്ട് തന്നെ ബംഗാൾ പ്രവിശ്യയിൽ തുടക്കം കുറിക്കപ്പെട്ട തീവ്ര ദേശീയ പ്രസ്ഥാനം ഇന്ത്യ ഒട്ടാകെ പ്രചരിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ദേശീയതയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ബംഗാൾ പ്രവിശ്യയാണ്. ബംഗാൾ വിഭജനത്തോടുകൂടി സ്വദേശി പ്രസ്ഥാനത്തിന്റെ രൂപീകരണവും സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയപ്രചരണവുമാണ് യഥാർത്ഥത്തിൽ തീവ്ര ദേശീയതയിലേക്ക് ജനങ്ങൾ തിരിയാൻ കാരണം. അങ്ങനെ ഇന്ത്യയിലെ പല ഭാഗത്തും ബ്രിട്ടീഷുകാർക്കെതിരെ തീവ്ര വിപ്ലവ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. തീവ്ര വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യം എന്താണ്? വിപ്ലവ പ്രസ്ഥാനങ്ങൾ എന്ന വാക്കിൽ തന്നെ നമുക്കറിയാം വളരെ പെട്ടെന്ന് മാറ്റം ആഗ്രഹിക്കുന്നവർ. പല വിപ്ലവ സംഘടനകളും തീവ്രവാദത്തിലേക്ക് പോവുകയാണ്. അതായത് തീവ്രമായ വാദത്തിലേക്ക് എന്നർത്ഥം. സായുധ കലാപത്തിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തെ എതിർക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വന്നപ്പോൾ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ഈ വിപ്ലവ സംഘടനയിലെ പ്രവർത്തകരാൽ ആക്രമിക്കപ്പെട്ടു. പലർക്കും ജീവഹാനി സംഭവിച്ചു. പല ബ്രിട്ടീഷ് സ്ഥാപനങ്ങളും ആക്രമിക്കപ്പെട്ടു. അപ്പോൾ ചെംസ്ഫോർഡ് എന്ന വൈസ്രോയുടെ കാലഘട്ടത്ത് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ഇത്തരം വിപ്ലവ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏതുവിധനെയും അമർച്ച ചെയ്യണം. സ്വാഭാവിക ഭരണാധികാരി ഇരിക്കുമ്പോൾ അദ്ദേഹം അതിൽ ചിന്തിക്കുന്നതിൽ സ്വാഭാവിക അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. അങ്ങനെ ഇതേക്കുറിച്ച് പഠിക്കുവാനായിട്ട് അദ്ദേഹം ഒരു കമ്മിറ്റി നിയമിച്ചു. ആ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ആര്? സിഡ്നി റൗലത്ത്. അങ്ങനെ സിഡ്നി റൗലത്ത് അധ്യക്ഷനായ കമ്മിറ്റി ഇതേക്കുറിച്ച് പഠിച്ചു. എങ്ങനെ ജനങ്ങളുടെ ഈ തീവ്ര ദേശീയ നിലപാടുകൾക്ക് മയം വരുത്താം, അല്ലെങ്കിൽ വിപ്ലവ പ്രസ്ഥാനങ്ങൾ എങ്ങനെ അടിച്ചമർത്താം. അതിനുവേണ്ടി റൗലത്ത് കമ്മിറ്റി രൂപീകരിച്ച നിയമമാണ് റൗലത്ത് നിയമം എന്ന് അറിയപ്പെടുക. ഈ റൗലത്ത് നിയമം നമുക്ക് പരിശോധിക്കാം. റൗലത്ത് നിയമം എന്ന് നമ്മൾ അൺഒഫീഷ്യലി അനൗദ്യോഗികമായി വിളിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ അതിന്റെ പേരിതാണ് അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട്. അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട് പ്രാബല്യത്തിൽ വന്നത്, നിലവിൽ വന്നത് 1919 മാർച്ച് മാസം 10 നമ്മൾ പറഞ്ഞു, ഈ നിയമം രൂപീകരിക്കുവാൻ നിർദ്ദേശം നൽകിയ കമ്മിറ്റിയുടെ പേര് സിഡ്നി റൗലത്ത് ആയിരുന്നു. അതായത് ആ കമ്മിറ്റിയുടെ ചെയർമാൻ സിഡ്നി റൗലത്ത് ആയിരുന്നു. ഏത് വർഷമാണ് കമ്മിറ്റി നിയമിക്കുന്നത്? 1917 ചെംസ്ഫോർഡ് എന്ന വൈസ്രോയുടെ കാലഘട്ടം. സിഡ്നി റൗലത്ത് ഡ്രാഫ്റ്റ് ചെയ്ത, എഴുതി തയ്യാറാക്കിയ നിയമമായതുകൊണ്ട് നമ്മൾ അൺഒഫീഷ്യലി അതിനെന്തെന്ന് വിളിച്ചു? റൗലത്ത് നിയമം. അപ്പോൾ റൗലത്ത് നിയമത്തിന്റെ യഥാർത്ഥ പേരെന്താണ്? എന്താണ്? അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട് എന്നാ പ്രാബല്യത്തിൽ വന്നേ 1919 മാർച്ച് 10. പ്രസ്തുത നിയമം രൂപീകരിക്കാൻ കാരണമായ സിഡ്നി റൗലത്ത് കമ്മിറ്റിയെ നിയമിച്ചതെന്ന 1917. എന്താണ് ഈ നിയമം? ഹേബിയസ് കോർപ്പസ് റദ്ദ് ചെയ്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുകയും പരമാവധി 2 വർഷം വരെ തടവിലാക്കുകയും ചെയ്യാം എന്നതായിരുന്നു നിയമത്തിന്റെ പ്രത്യേകത. ഹേബിയസ് കോർപ്പസ് റദ്ദ് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്താൽ അദ്ദേഹത്തിന്റെ പൗരാവകാശം സംരക്ഷിക്കുന്ന നിയമമാണ് ഹേബിയസ് കോർപ്പസ്. അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നിശ്ചിത സമയത്തിന് മുന്നിൽ ജുഡീഷ്യറിക്ക് മുന്നിൽ ഹാജരാക്കാൻ കാരണമായ നിയമമാണ് ഹേബിയസ് കോർപ്പസ് നിയമം. നമുക്കറിയാം, ലോകത്ത് ആദ്യമായി ഹേബിയസ് കോർപ്പസ് നിയമം പാസാക്കിയത് പാർലമെന്റിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന, ആധുനിക ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന ബ്രിട്ടനിലാണ് 1679. അങ്ങനെ പൗരാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ബ്രിട്ടനിൽ ഹേബിയസ് കോർപ്പസ് നിയമം 1679 പാസാക്കിയതിനു ശേഷം മാത്രമാണ് ജനങ്ങൾ പ്രത്യക്ഷത്തിൽ ഭരണാധികാരികളുടെ ചെയ്തികൾക്കെതിരെ രംഗത്ത് വരുന്നത്. അങ്ങനെയാണ് 1679 ലോകത്താദ്യമായി ബ്രിട്ടനിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് തുടക്കം കുറിക്കപ്പെടുക. പാർലമെന്റ് പക്ഷത്തെ രാഷ്ട്രീയ പാർട്ടികൾ വിഗുകൾ എന്നറിയപ്പെട്ടു. രാജകീയ പക്ഷത്തെ അല്ലെങ്കിൽ പ്രഭുക്കന്മാരുടെ പക്ഷത്തെ രാഷ്ട്രീയ പാർട്ടി ടോറികൾ എന്നും അല്ലെ. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം അംഗീകരിക്കുന്ന നിയമമാണ് ഹേബിയസ് കോർപ്പസ് നിയമം. ഹേബിയസ് കോർപ്പസ് റദ്ദ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏകാധിപത്യമായ ഭരണ സംവിധാനത്തിന് തുടക്കം കുറിച്ചു എന്നാണ്, അല്ലെ. ഇനി ഒരു ഭരണാധികാരിയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അക്രമ പ്രവർത്തനങ്ങളും
ഈ വിപ്ലവ പ്രവർത്തനങ്ങളും അടിച്ചമർത്തുവാൻ, ജനങ്ങളെ പേടിപ്പിക്കുവാൻ ഈ നിയമം നല്ലതാണ്. പക്ഷേ ഭരണാധികാരി അത് നല്ലതെന്ന് വിചാരിച്ചാലും, അത് നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥർക്ക് ഇത് തെറ്റായി വിനിയോഗിച്ചൂടെ? തെറ്റായി വിനിയോഗിക്കാം. എങ്ങനെ? ആർക്കെങ്കിലുമെതിരെ തെറ്റായ ഒരു വ്യക്തിവൈരാഗ്യമുണ്ടെങ്കിൽ, ആ വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ പോലും ഈ നിയമം ഉപയോഗിച്ചുകൊണ്ട് പല സാധാരണക്കാരെയും തടവിലാക്കാം. ക്രൂരമായി ഉപദ്രവിക്കാം. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ ഇതിനെ ഗാന്ധിജി അതിശക്തമായി എതിർക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ ഹേബിയസ് കോർപ്പസ് നിയമം റദ്ദ് ചെയ്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുകയും പരമാവധി 2 വർഷം വരെ തടവിലാക്കുകയും ചെയ്യാവുന്ന നിയമമാണെന്ത്? ഈ റൗലത്ത് നിയമം അല്ലെങ്കിൽ അനാർക്കിൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട്. ഗാന്ധിജി എന്തുകൊണ്ടാണ് എതിർത്തത്? ആ വ്യക്തി വൈരാഗ്യം തീർക്കാൻ പോലും ഉദ്യോഗസ്ഥർ ഇത് ദുർവിനിയോഗം ചെയ്തേക്കാം. അല്ലെ? അതുകൊണ്ട് ഗാന്ധിജി ഈ നിയമത്തെ എന്തെന്ന് വിളിച്ചു? കരി നിയമം എന്ന് പരാമർശിച്ചു. ഈ റൗലത്ത് നിയമത്തെ എതിർത്തുകൊണ്ട് ഈ നിയമം ഈ നിയമം പിൻവലിക്കുന്നത് വരെ ഭൂനികുതി നൽകാതെ പ്രതിഷേധിക്കാൻ ആഹ്വാനം ചെയ്ത വ്യക്തിത്വമാണ് സ്വാമി ശ്രദ്ധാനന്ദ. ഈ സ്വാമി ശ്രദ്ധാനന്ദയുടെ ആശയം ഇന്ത്യയൊട്ടാകെ പ്രചരിപ്പിക്കാൻ നേതൃത്വം നൽകിയതും ഗാന്ധിജി തന്നെയായിരുന്നു. ഓക്കെ. അപ്പോ റൗലത്ത് നിയമത്തെ എതിർത്ത ദേശീയ നേതാവാണ് ആര്? ഗാന്ധിജി. ഗാന്ധിജി ഈ നിയമത്തെ എന്തെന്ന് വിളിച്ചു? കരി നിയമം എന്ന് വിളിച്ചു. നമ്മൾ ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങള് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അവിടെ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട 3 സമരങ്ങളായിരുന്നു. ഏതൊക്കെ? 1917 ചമ്പാരൻ സത്യാഗ്രഹം. അത് ചമ്പാരനിലെ നീലം കർഷകർക്ക് വേണ്ടിയായിരുന്നു. 1918 അഹമ്മദാബാദ് കോട്ടൺ മിൽ സമരം. അവിടെ ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടായിരുന്നു. ഖേദ സത്യാഗ്രഹം. എന്തായിരുന്നു അവിടെ? യെസ്, അവിടെയും കർഷകർക്ക് വേണ്ടിയിട്ടായിരുന്നു. പ്രാദേശിക സമരങ്ങളായിരുന്നു ഇതൊക്കെ തന്നെ. എന്നാൽ ഇന്ത്യയൊട്ടാകെ ബ്രിട്ടീഷുകാർ പ്രാബല്യത്തിൽ കൊണ്ടുവന്ന റൗലത്ത് നിയമത്തിനെതിരെ ഗാന്ധിജി രംഗത്ത് വന്നതാണ് ഗാന്ധിജിയുടെ ജീവിതത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ദേശീയ സമരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ റൗലത്ത് നിയമത്തിനെതിരെയുള്ള ഗാന്ധിജിയുടെ പ്രതിഷേധ സമരമാണ് ഗാന്ധിജിയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവായി കണക്കാക്കപ്പെടുന്നത്. ഗാന്ധിജിയുടെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള ആദ്യത്തെ കാൽവയ്പ് അല്ലെങ്കിൽ ചുവടുവയ്പായി കണക്കാക്കുന്നതും ഈ റൗലത്ത് നിയമത്തിനെതിരെയുള്ള പ്രത്യക്ഷ സമരം തന്നെയാണ്. നമുക്കതിലേക്ക് പോവാം. ഓക്കെ. അപ്പോ മറക്കരുത്, നിയമത്തെ എതിർത്തുകൊണ്ട് ഭൂനികുതി നൽകാതെ പ്രതിഷേധിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് സ്വാമി ശ്രദ്ധാനന്ദ. ആ ഒരാശയം ഇന്ത്യ ഒട്ടാകെ പ്രചരിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയുമാണ്. ഈ നിയമത്തെ എതിർത്ത ആളാണ് ഗാന്ധിജി അല്ലെ? അതുപോലെ തന്നെ സ്വാമി ശ്രദ്ധാനന്ദ തുടങ്ങിയവരൊക്കെ. എന്നാൽ ഈ നിയമത്തെ പിന്തുണച്ച, അനുകൂലിച്ച വ്യക്തിയായിരുന്നു മലയാളിയായ കേരളീയനായ ചേറ്റൂർ ശങ്കരൻ നായർ. എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം അനുകൂലിച്ചത്? കാരണം അദ്ദേഹത്തിന്റെ ജോലി അല്ലെങ്കിൽ പ്രൊഫഷൻ കാരണം. ആരായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായർ? നമുക്ക് അദ്ദേഹത്തെ അറിയാം അല്ലെ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ കുറിച്ച്. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട് അല്ലെ? യെസ്, വെരി ഗുഡ്. 1897 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷനായ വ്യക്തി. INC പ്രസിഡന്റായ ആദ്യത്തെ മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. പിൽക്കാലത്ത് ചെംസ്ഫോർഡ് എന്ന വൈസ്രോയുടെ കാലഘട്ടത്ത് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായർ. നമ്മള് ഗവർണർ ജനറൽമാരും വൈസ്രോയിമാരും ഒക്കെ പഠിച്ചപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് വൈസ്രോയിയുടെ അല്ലെങ്കിൽ ഗവർണർ ജനറലിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ ഉത്തരവാദിത്തം അഥവാ ചുമതല? നിയമനിർമ്മാണം. ഭരണ സൗകര്യത്തിന് വേണ്ടിയുള്ള നിയമനിർമ്മാണം നടത്തേണ്ടതാണ് എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ ചുമതല. അതുകൊണ്ട് തന്നെ ഈ റൗലത്ത് കമ്മിറ്റിയെ നിയമിക്കുവാനുള്ള നിർദ്ദേശം പുറപ്പെടുവിച്ച എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമാണ് ചേറ്റൂർ ശങ്കരൻ നായർ. അതുകൊണ്ട് തന്നെ റൗലത്ത് നിയമത്തെ സ്വാഭാവികമായിട്ട് അദ്ദേഹം പിന്തുണയ്ക്കും. ഭരണാധികാരിയുടെ വക്താവെന്ന നിലയിൽ. ശരിയല്ലേ? ഈ റൗലത്ത് നിയമത്തിനെതിരെ ഗാന്ധിജിയുടെ ആവശ്യപ്രകാരം ഇന്ത്യ ഒട്ടാകെ പ്രാദേശികമായി പ്രത്യക്ഷ സമരത്തിലേക്ക് ജനങ്ങൾ ഇറങ്ങിത്തിരിച്ചു. അപ്പൊ ജനങ്ങൾ പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ പ്രാദേശിക പോലീസ് എന്ത് ചെയ്യും? ഈ സമരങ്ങളെ അതിശക്തമായി അടിച്ചമർത്തും അല്ലെ? സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെ സംഭവിച്ചു. അതില് ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ജാലിയൻ വാലാബാഗ് എന്ന സ്ഥലത്തുണ്ടായ ദാരുണ സംഭവം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. റൗലത്ത് നിയമത്തെ എതിർത്തുകൊണ്ട് ഗാന്ധിജി അതിനെതിരെ പ്രതിഷേധിക്കുവാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തതാണ് പിൽക്കാലത്തുണ്ടായ എല്ലാ ജനകീയ സമരങ്ങൾക്കും ആ ജനകീയ സമരത്തെ തുടർന്ന് ജനങ്ങളെ പോലീസുകാർ മർദ്ദിച്ചതിനും കാരണമായത് അല്ലെങ്കിൽ പ്രധാന ലഹളകൾക്കും കാരണമായത് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ചേറ്റൂർ ശങ്കരൻ നായർ ഗാന്ധിജിയെ എതിർത്തുകൊണ്ട് ഗാന്ധിജിയുടെ റൗലത്ത് നിയമത്തെ എതിർത്ത കാഴ്ചപ്പാടിനെ വിമർശിച്ചുകൊണ്ട് എന്ത് പുസ്തകം എഴുതിയത്? ഗാന്ധിയും അരാജകത്വവും.
ഗാന്ധി ആൻഡ് അനാർക്കി. ഓക്കെ. അപ്പോ ഗാന്ധിജിയെ വിമർശിച്ചുകൊണ്ട് എഴുതിയ പുസ്തകമായിരുന്നു ഗാന്ധിയും അരാജകത്വവും. ഒരുപക്ഷേ ഗാന്ധിജി ഈ സമരത്തിനെതിരെ രംഗത്ത് വരാതിരുന്നിരുന്നുവെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾ ഈ നിയമത്തിനെതിരെ പ്രതിഷേധിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യുമായിരുന്നില്ല. അവർക്ക് ഉപദ്രവം ഏൽക്കത്തുമില്ലായിരുന്നു. മറിച്ച് ആരെ മാത്രം ബാധിക്കുന്ന വിഷയമായേനെ ഇത്? ആ, വിപ്ലവകാരികളെയും തീവ്രവാദികളെയും മാത്രം ബാധിക്കുന്ന വിഷയമായേനെ. എന്നാൽ ഗാന്ധിജിയുടെ പ്രത്യക്ഷ സമരമാണ് വിപ്ലവ പ്രവർത്തനങ്ങളിലോ തീവ്രവാദ പ്രവർത്തനങ്ങളിലോ ഏർപ്പെടാത്ത സാധാരണ ജനങ്ങൾ പോലും ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കപ്പെടാൻ കാരണമായത് എന്നതായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായരുടെ കാഴ്ചപ്പാട്. അതിനെ ആസ്പദമാക്കിയിട്ടാണ് അദ്ദേഹം ഗാന്ധിയും അരാജകത്വവും എന്ന പുസ്തകം എഴുതുക. ഓക്കെ. അപ്പോ റൗലത്ത് നിയമത്തെ പിന്തുണച്ച പ്രധാന നേതാവ് ഗാന്ധിജിയും പിന്തുണച്ച പ്രധാന നേതാവ് ചേറ്റൂർ ശങ്കരൻ നായരും എതിർത്ത ദേശീയ നേതാവ് എന്ന് പറയുന്നത് ഗാന്ധിജിയുമാണ്. ക്ലിയർ ആണ്? ഇത്രയും സെറ്റാണ്. ഇനി റൗലത്ത് നിയമത്തിനെതിരെ സത്യാഗ്രഹ സമരത്തിന് ആഹ്വാനം ചെയ്തത് ഗാന്ധിജി. എന്താണ് സത്യാഗ്രഹം? അഹിംസയിൽ അധിഷ്ഠിതമായ സമരം അല്ലേ? അവിടെ അക്രമ പ്രവർത്തനങ്ങളൊന്നുമില്ല. സമാധാനമായി സത്യത്തിൽ അടിയുറച്ചുകൊണ്ടുള്ള സമരത്തെയാണ് നമ്മൾ സത്യാഗ്രഹം എന്ന് വിളിക്കുക. അല്ലേ? ഈ റൗലത്ത് നിയമത്തിനെതിരെ സത്യാഗ്രഹത്തിന് ആഹ്വാനം ചെയ്തത്, സമാധാനപരമായ സമരത്തിന് ആഹ്വാനം ചെയ്തത് ഗാന്ധിജിയായിരുന്നു. ഈ സമരത്തിന് വേണ്ടി സത്യാഗ്രഹ സഭ ഗാന്ധിജി സ്ഥാപിച്ചത് ബോംബെയിലുമാണ്. ഓർമ്മിച്ചേക്കണേ. റൗലത്ത് സത്യാഗ്രഹത്തിന് വേണ്ടിയുള്ള സത്യാഗ്രഹ സഭ, അല്ലെങ്കിൽ നമുക്ക് ചുരുക്കി പറയാം, റൗലത്ത് സത്യാഗ്രഹ സഭ സ്ഥാപിക്കപ്പെട്ടത് എവിടെ? ബോംബെ. ആരാണ് ബോംബെയില് റൗലത്ത് സത്യാഗ്രഹ സഭ സ്ഥാപിച്ചത്? ഗാന്ധിജിയുമാണ്. ക്ലിയർ ആണ്? രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കുവാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. അങ്ങനെ ഇന്ത്യ ഒട്ടാകെ 1919 ഏപ്രിൽ മാസം 6-ാം തീയതി കരിദിനം ആചരിച്ചു. പൊതുസ്ഥലങ്ങളിൽ പ്രതിഷേധ ധർണ, സമാധാനപരമായ പ്രതിഷേധ ധർണ നടത്തിയിട്ടുണ്ടാവും. ശരിയല്ലേ? അല്ലേ? ഒരു നിയമത്തിനെതിരെ പ്രതിഷേധ ദിനം ആചരിക്കുകയും പ്രതിഷേധ ധർണ നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അത് സമാധാനപരമാണെങ്കിൽ കൂടി സ്വാഭാവികമായിട്ടും പോലീസ് അതിനെതിരെ ആക്ഷൻ എടുക്കില്ലേ? ഇന്നാണെങ്കിൽ കൂടി തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കും. അല്ലേ? അങ്ങനെ പല പ്രദേശത്തെ ജനങ്ങളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് പറയാം, ദേശീയ പ്രാധാന്യമുള്ള ഗാന്ധിജി നടപ്പിലാക്കിയ ആദ്യ സമരമായിരുന്നു എന്ത്? ഈ ഗാന്ധിജിയുടെ റൗലത്ത് സത്യാഗ്രഹം. അതുകൊണ്ട് നമ്മൾ ഈ സമരത്തെ ഗാന്ധിജിയുടെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള കാൽവയ്പ് എന്ന് വിശേഷിപ്പിക്കുന്നു. മറക്കില്ലല്ലോ. അപ്പൊ ഗാന്ധിജിയുടെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള കാൽവയ്പ് എന്നറിയപ്പെടുന്നത് എന്തായിരുന്നു? റൗലത്ത് സത്യാഗ്രഹമാണ്. ക്ലിയർ? ജാലൻ വാലബാഗ് കൂട്ടക്കൊല. 1919 ഏപ്രിൽ 6-ാം തീയതി ഇന്ത്യ ഒട്ടാകെ റൗലത്ത് നിയമത്തിനെതിരെ കരിദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്ത ഗാന്ധിജിയുടെ ആവശ്യപ്രകാരം ഇന്ത്യ ഒട്ടാകെ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു. അത് അഹിംസാപരമായിരുന്നു, സമാധാനപരമായിരുന്നു. പക്ഷേ നിയമ ലംഘനമാണ് അതിന്റെ ഉദ്ദേശം എന്നതുകൊണ്ട് എന്ത് ചെയ്തു? പോലീസ് ആക്ഷൻ എടുത്തു. അങ്ങനെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ ആക്ഷൻ എടുത്തു. അതിൽ ദാരുണ സംഭവം ഉണ്ടായത് പഞ്ചാബിലാണ്. അത് നമ്മൾ ഫോക്കസ് ചെയ്യും. അതാണ് ജാലൻ വാലബാഗ് കൂട്ടക്കൊലയിലേക്ക് നയിക്കുന്നത്. അല്ലെ? നോക്കാം. പഞ്ചാബിലെ അമൃത്സറിലാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത്. ഈ സംഭവം ഉണ്ടാകാൻ കാരണം എന്താ? റൗലത്ത് നിയമത്തിനെതിരെയുള്ള പ്രതിഷേധം. ഗാന്ധിജിയുടെ ആവശ്യപ്രകാരം 1919 ഏപ്രിൽ മാസം 6-ാം തീയതി പഞ്ചാബിൽ റൗലത്ത് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സഹ്ദിൻ കിച്ലുവും ഡോക്ടർ സത്യപാലുമായിരുന്നു. സഹ്ദിൻ കിച്ലുവും ഡോക്ടർ സത്യപാലും. സ്വാഭാവികമായിട്ട് ഈ നേതാക്കളെ എന്ത് ചെയ്തു? പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാ അറസ്റ്റ് ചെയ്യുന്നേ? 1919 ഏപ്രിൽ 10. ജനങ്ങളുടെ നേതാക്കളാണ് അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് ഈ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തപ്പോ അവരെ പിന്തുണയ്ക്കുന്ന, അവരെ ആദരിക്കുന്ന, അവരെ സ്നേഹിക്കുന്ന ജനങ്ങള് എന്ത് ചെയ്യും? പോലീസ് സ്റ്റേഷനിൽ എത്തുകയും അവരെ പുറത്തിറക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടാവാം. പോലീസ് അങ്ങനെ ജനങ്ങൾ ആവശ്യപ്പെട്ടു എന്നതുകൊണ്ട് പുറത്ത് ഇറക്കിവിടാൻ ചാൻസ് ഉണ്ടോ? ഒരിക്കലുമില്ല. അറസ്റ്റും മറ്റ് നടപടികളുമായിട്ട് പോലീസ് മുന്നോട്ട് പോകും. അപ്പൊ ഇതിനെതിരെ പ്രതിഷേധിക്കുവാൻ ഈ സൈഫുദ്ദീൻ കിച്ലുവിനെയും സത്യപാലനെയും വിട്ടു നൽകുവാൻ ആദ്യം ജനങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി ആവശ്യപ്പെടുന്നു. വിട്ടുകിട്ടുന്നില്ല. അതിനെതിരെ പ്രതിഷേധിക്കുവാൻ ജനങ്ങളുടെ വലിയൊരു സമ്മേളനം വിളിച്ചു കൂട്ടാൻ ആര് തീരുമാനിച്ചു? പ്രാദേശിക നേതാക്കൾ തീരുമാനിച്ചു. നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സമീപത്തുള്ള ജാലിയൻ വാലാഗ് മൈതാനത്ത് ജനങ്ങൾ ഒരുമിച്ച് കൂടി. അപ്പൊ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിട്ട് ഈ ജനങ്ങള് എന്തിനെതിരെയാ പ്രതിഷേധിച്ചേ? സൈഫുദ്ദീൻ കിച്ലുവിനെയും ഡോക്ടർ സത്യപാലിനെയും അറസ്റ്റ് ചെയ്തതിന് പ്രതിഷേധിക്കുകയാണ്. ഈ രണ്ടുപേരെ എന്തിനാ അറസ്റ്റ് ചെയ്തേ? റൗലത്ത് നിയമത്തിനെതിരെ പ്രതിഷേധിച്ചത് കൊണ്ടാണ്. എന്താണ് റൗലത്ത് നിയമം?
അക്രമങ്ങളും വിപ്ലവ പ്രവർത്തനങ്ങളും അമർച്ച ചെയ്യുന്നതിനുള്ള നിയമം. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ നിയമത്തെ അനുകൂലിക്കുന്നവരാണല്ലോ സമരം ചെയ്യുക. അല്ലെ? അതായത് ഈ നിയമം പിൻവലിക്കണം എന്നാവശ്യപ്പെടുന്നവരാണല്ലോ സമരം ചെയ്യുക. ഈ നിയമം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്നവർ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നവരായിരിക്കാം? വിപ്ലവ പ്രവർത്തനങ്ങളിലോ അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങളിലോ ഏർപ്പെടുന്നവരായിരിക്കാം എന്ന് ആര് ചിന്തിച്ചു? പോലീസുകാർ ചിന്തിച്ചു. അതുകൊണ്ട് തന്നെ ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്ന് പ്രാദേശിക പോലീസ് സംവിധാനം ഉന്നത ഭരണാധികാരിക്ക് റിപ്പോർട്ട് കൊടുത്തു. ഓക്കെ. റിപ്പോർട്ട് കൊടുത്തത് എന്തായിരിക്കും? പഞ്ചാബിൽ ഒട്ടനവധി ജനങ്ങൾ ഒരുമിച്ച് കൂടി അവിടെ അക്രമ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞങ്ങളുടെ സൈന്യത്തിന് കഴിയില്ല. അങ്ങനെ റിപ്പോർട്ട് കൊടുത്തതിന്റെ ഭാഗമായിട്ട് പഞ്ചാബിലെ ഗവർണർ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ജില്ലാ കളക്ടർ സമാനമായ പോസ്റ്റാണ് കേട്ടോ. പഞ്ചാബ് ഗവർണർ അദ്ദേഹത്തിന് ജുഡീഷ്യൽ അധികാരവുമുണ്ട്, റവന്യൂ അധികാരമുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ അധികാരം ഏറ്റെടുക്കാം. ഈ അനുമതി കൊടുക്കുന്നത്, അതായത് എക്സിക്യൂട്ടീവ് അധികാരം കൊടുക്കുന്നത് 1793 കോൺവാലിസ് കോഡ് അനുസരിച്ചാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? യെസ്. അപ്പൊ വെടിവെക്കാൻ ഉത്തരവിട്ടത് പഞ്ചാബ് ഗവർണറായ മൈക്കിൾ ഒഡയർ. കാരണം എന്താ? അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടില് ഇവിടെ കൂടിയിരിക്കുന്നവര് ആ പ്രശ്നക്കാരായിരിക്കാം. ഇനി ഇത് അനുവദിച്ചു കൊടുത്താൽ ഈ നിയമം നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് കർശനമായി അടിച്ചമർത്തിയാൽ ഈ നിയമത്തിനെതിരെ, അതായത് റൗലത്ത് നിയമത്തിനെതിരെ പിന്നെ ആരും പ്രതിഷേധത്തിന് തയ്യാറായെന്ന് വരില്ല. അത് ഭരണപരമായി മെച്ചപ്പെട്ട വിജയമായിരിക്കും. അങ്ങനെ മൈക്കിൾ ഒഡയർ എന്ത് ചെയ്തു? ജനങ്ങൾ വെടിവെക്കാൻ ഉത്തരവിട്ടു. ആ ഉത്തരവ് നടപ്പിലാക്കിയതാകട്ടെ ജനറൽ റെജിനാൾഡ് ഡയറാണ്. ഓക്കെ. അപ്പോൾ വെടിവെക്കാൻ ഉത്തരവിട്ട പഞ്ചാബ് ഗവർണർ എന്ന് പറയുന്നത് മൈക്കിൾ ഒഡയറും ഉത്തരവ് നടപ്പിലാക്കിയ സൈന്യാധിപൻ എന്ന് പറയുന്നത് ജനറൽ റെജിനാൾഡ് ഡയറുമാണ്. ഇതില് ഉത്തരവിട്ട വ്യക്തിയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കുറ്റകൃത്യത്തിന് കാരണക്കാരൻ. അതുകൊണ്ട് തന്നെ ഉദ്ധം സിംഗ് 1940 മാർച്ച് മാസം 13 തീയതി അദ്ദേഹത്തെ ലണ്ടനിൽ വെച്ച് വെടിവെച്ച് കൊലപ്പെടുത്തുകയാണ്. ഓക്കെ. അപ്പോ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് ഒരുമിച്ച് കൂടിയ ജനങ്ങളെ വെടിവെക്കാൻ ഉത്തരവിട്ട പഞ്ചാബ് ഗവർണർ ആരാ? മൈക്കിൾ ഒഡയർ ആണ്. ആ മൈക്കിൾ ഒഡയറിനെ വധിച്ചത് ആരാണ്? ഉദ്ധം സിംഗ് ആണ്. 1940 മാർച്ച് മാസം 13 തീയതി ഇവിടെ വെച്ച് ലണ്ടനിൽ വെച്ച്. ഉത്തരവ് നടപ്പിലാക്കിയ സൈന്യാധിപനാണ് ആര്? ജനറൽ റെജിനാൾഡ് ഡയർ എന്ന് പറയുക. ഓർമ്മിച്ചേക്കാമോ? ഗുഡ്. ഇനി അടുത്ത് പറയട്ടെ. പ്രതിഷേധങ്ങൾ. ജാലിയൻ വാലാബാഗ് വെടിവെയ്പ്പില് സാധാരണക്കാരായ ജനങ്ങൾക്കാണ് പരിക്കേറ്റത്. ഒട്ടനവധി പേര് മരണത്തിന് കീഴടങ്ങി. അതിൽ എത്രയോ അധികമാണ് പരിക്കേറ്റവർ. അത് തീവ്ര പരിക്കേറ്റവരുണ്ട്, ചെറിയ പരിക്കേറ്റവരുണ്ടെങ്കിലും പരിക്ക് തന്നെയാണല്ലോ അല്ലെ? 1000-ലധികം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അപ്പൊ സ്വാഭാവികമായിട്ട് രാജ്യമൊട്ടാകെ ഇതിനെതിരെ പ്രതിഷേധമുയർത്തി. ഗാന്ധിജി അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാർ ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹത്തിന്റെ സേവനത്തിന് പ്രതിഫലമായി നൽകിയ കൈസർ-ഇ-ഹിന്ദ് എന്ന പദവി തിരികെ നൽകി. രവീന്ദ്രനാഥ് ടാഗോറിന്റെ പ്രശസ്തമായ സാഹിത്യ രചനകൾക്ക് ബ്രിട്ടീഷുകാർ നൽകിയ ഒരു സ്ഥാനമായിരുന്നു സർ പദവി. സർ ടൈറ്റിൽ. സർ പദവി അദ്ദേഹം ഉപേക്ഷിച്ചു. ചേറ്റൂർ ശങ്കരൻ നായർ റൗലത്ത് നിയമത്തെ പിന്തുണച്ച വ്യക്തിയായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയില് സാധാരണക്കാരായ ജനങ്ങള് കൊല്ലപ്പെട്ടപ്പോ അദ്ദേഹത്തിന് പശ്ചാത്താപം തോന്നി. താൻ ഉൾപ്പെടുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയല്ലേ ഈ നിയമത്തിന് കാരണമായത്. ആ നിയമം കാരണമല്ലേ സാധാരണക്കാരായ ജനങ്ങൾ കൊല ചെയ്യപ്പെട്ടത്. അതിൽ പശ്ചാത്തപിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ ജോലി രാജിവെക്കുകയാണ്. മുഹമ്മദ് അലി ജിന്ന, മസർ ഉൽ ഹഖ്, മദൻ മോഹൻ മാളവ്യ തുടങ്ങിയവരൊക്കെ അഡ്വക്കേറ്റ്മാരായിരുന്നു. അതോടൊപ്പം ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗത്വം ഉണ്ടായിരുന്നവരുമായിരുന്നു. ഇവരൊക്കെ ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗത്വവും രാജിവെച്ചു. ഓക്കെ അല്ലേ? മറക്കില്ല എന്ന് കരുതിക്കോട്ടെ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്കെതിരെയുള്ള പ്രധാന പ്രതിഷേധങ്ങൾ. ഗാന്ധിജി കൈസർ-ഇ-ഹിന്ദ് പദവി തിരികെ നൽകി. രവീന്ദ്രനാഥ് ടാഗോർ സർ പദവി ഉപേക്ഷിച്ചു. ചേറ്റൂർ ശങ്കരൻ നായർ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ചു. മുഹമ്മദ് അലി ജിന്ന, മസർ ഉൽ ഹഖ്, മദൻ മോഹൻ മാളവ്യ എന്നിവർ ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ചെയ്തു. സെറ്റാണേ? ഇത്രയും ക്ലിയർ ആണെന്ന് കരുതിക്കോട്ടെ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? യെസ്. അപ്പോ അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈം ആക്ട് നിലവിൽ വന്നത് 1919 മാർച്ച് 10. നിയമം രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയ കമ്മിറ്റിയായിരുന്നു സിഡ്നി റൗലത്ത് കമ്മിറ്റി 1917. വിശേഷണം റൗലത്ത് നിയമം എന്ന് അറിയപ്പെടുന്നു. ഹേബിയസ് കോർപ്പസ് നിയമം റദ്ദ് ചെയ്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുകയും പരമാവധി 2 വർഷം വരെ തടവിലാക്കുകയും ചെയ്യാൻ പറ്റുന്ന നിയമമായിരുന്നു ഈ റൗലത്ത് ആക്ട്. ഈ നിയമത്തെ അതിശക്തമായി എതിർത്തത് ഗാന്ധിജിയായിരുന്നു.
ഗാന്ധിജി റൗലത്ത് നിയമത്തെ കരിനിയമം എന്നാണ് വിശേഷിപ്പിച്ചത്. നിയമത്തെ എതിർത്തുകൊണ്ട് ഭൂനികുതി നൽകാതെ പ്രതിഷേധിക്കുവാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് സ്വാമി ശ്രദ്ധാനന്ദ. ഈ നിയമത്തെ പിന്തുണച്ച വ്യക്തിയായിരുന്നു ചേറ്റു ശങ്കർ നായർ. പിന്തുണച്ചുകൊണ്ട് ഗാന്ധിജിയുടെ ഈ പ്രത്യക്ഷ സമരത്തിനെതിരെ അദ്ദേഹം രചിച്ച പുസ്തകമായിരുന്നു ഗാന്ധിയും അരാജകത്വവും. റൗലത്ത് നിയമത്തിനെതിരെ സത്യാഗ്രഹത്തിന് ആഹ്വാനം ചെയ്തു. സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, അഹിംസയിൽ അധിഷ്ഠിതമായ സമരം. ആരാണ്? ഗാന്ധിജി. ഗാന്ധിജി റൗലത്ത് സത്യാഗ്രഹ സഭ സ്ഥാപിച്ചത് ബോംബെയിലാണ്. രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കുവാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. അങ്ങനെ കരിദിനം ആചരിക്കപ്പെട്ടതെന്നാണ് 1919 ഏപ്രിൽ 6. ഇന്ത്യ ഒട്ടാകെ കരിദിനം ആചരിക്കപ്പെട്ട പ്രതിഷേധ ധർണകൾ നടത്തപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ റൗലത്ത് സത്യാഗ്രഹത്തെ, ഈ കരിദിനാചരണത്തെ ഗാന്ധിജിയുടെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള കാൽവയ്പ് എന്നാണ് വിശേഷിപ്പിക്കുക. ഇന്ത്യയിലൊട്ടാകെ പ്രതിഷേധങ്ങൾ നടന്നു. പല പ്രതിഷേധങ്ങളും പോലീസ് അടിച്ചമർത്തി. അല്ല, ദാരുണമായി അടിച്ചമർത്തപ്പെട്ടത് പഞ്ചാബിലെ അമൃത്സറിലുണ്ടായ കൂട്ടക്കൊലയാണ്. അതേക്കുറിച്ച് നമ്മൾ നോക്കും. പഞ്ചാബിലെ അമൃത്സറിലാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുക. അതിന്റെ കാരണം റൗലത്ത് നിയമത്തിനെതിരെയുള്ള പ്രതിഷേധം. പഞ്ചാബിൽ റൗലത്ത് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെ? സാഹിദ്ദീൻ കിച്ചിലുവും ഡോക്ടർ സത്യപാലുമായിരുന്നു. ഇവരെ 1919 ഏപ്രിൽ മാസം 10-ാം തീയതി പോലീസ് അറസ്റ്റ് ചെയ്തു. നേതാക്കളെ അറസ്റ്റ് ചെയ്തപ്പോൾ അവരെ വിട്ടുകിട്ടുവാനായിട്ട് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജനങ്ങൾ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് ഒരുമിച്ചുകൂടി. ഈ ജനക്കൂട്ടത്തെ വെടിവെക്കാൻ ഉത്തരവിട്ട പഞ്ചാബ് ഗവർണറായിരുന്നു മൈക്കിൾ ഒഡയർ. ആ ഉത്തരവ് നടപ്പിലാക്കിയ സൈന്യാധിപനാകട്ടെ ജനറൽ റെജിനാൾഡ് ഡയർ. വെടിവെപ്പിന് ഉത്തരവിട്ട പഞ്ചാബ് ഗവർണറായ മൈക്കിൾ ഒഡയറിനെ പ്രതികാരം എന്നോണം പിൽക്കാലത്ത് ഉദ്ധം സിംഗ് 1940 മാർച്ച് മാസം 13-ാം തീയതി ലണ്ടനിൽ വെച്ച് കൊലപ്പെടുത്തി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആയിരക്കണക്കിന് സാധാരണക്കാരായ ജനങ്ങൾ, വിപ്ലവ പ്രവർത്തനങ്ങളിലോ തീവ്രവാദ പ്രവർത്തനങ്ങളിലോ ഏർപ്പെടാത്ത സാധാരണക്കാരായ ജനങ്ങൾ കൊല ചെയ്യപ്പെട്ടപ്പോൾ അതിശക്തമായ പ്രതിഷേധമുയർന്നു. ഗാന്ധിജി തനിക്ക് ലഭിച്ച കൈസർ ഇ ഹിന്ദ് പദവി തിരികെ നൽകി. രവീന്ദ്രനാഥ ടാഗോർ സർ പദവി ഉപേക്ഷിച്ചു. ചേറ്റൂർ ശങ്കരൻ നായർ തന്റെ ജോലിയായ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ചു. മുഹമ്മദ് അലി ജിന്ന, മസറൂർ ഹുക്ക, മദൻ മോഹൻ മാളവി എന്നിവര് ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗത്വവും രാജിവെച്ചു. ഇതായിരുന്നു ജാലിയൻ വാലാബാഗുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷേധങ്ങൾ. അപ്പോൾ ഇന്ത്യക്കാരെ പ്രതിഷേധിച്ചപ്പോ പിൽക്കാലത്തെങ്കിൽ കൂടി ബ്രിട്ടീഷുകാരും അതിനെ വിമർശിക്കുവാൻ തയ്യാറായി. അങ്ങനെയുള്ള വിമർശനങ്ങളാണ് നമ്മൾ ഇനി പറയുക. രാക്ഷസീയമായ ഒരു നടപടി എന്ന് വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിൽ. രാക്ഷസീയമായ നടപടി എന്ന് വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ. അതില് എത്രത്തോളം യാഥാർത്ഥ്യബോധത്തോടെയാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാരണം വിൻസ്റ്റൺ ചർച്ചിൽ പലപ്പോഴും ഇന്ത്യയെ അടിമയായി കണക്കാക്കാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുന്ന ഒരു ഭരണാധികാരിയായിരുന്നു. നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആവശ്യങ്ങൾ പലപ്പോഴും തിരസ്കരിച്ച നേതാവാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ. എങ്കിലും അദ്ദേഹം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ വിമർശിച്ചുകൊണ്ട് രാക്ഷസീയമായ ഒരു നടപടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡേവിഡ് കാമറൂൺ ലജ്ജാവഹം എന്ന് വിശേഷിപ്പിച്ചു. ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്ന വൈദികനായിരുന്നു CF ആൻഡ്രൂസ്. നമ്മൾ CF ആൻഡ്രൂസിനെ ദീനബന്ധു എന്നൊക്കെയാണ് വിളിക്കുക കേട്ടോ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കശാപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? CF ആൻഡ്രൂസ് ആയിരുന്നു. ഓക്കെ. അപ്പൊ രാക്ഷസീയമായ ഒരു നടപടി എന്ന് വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിൽ എന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ലജ്ജാവഹം എന്ന് പിൽക്കാലത്ത് വിശേഷിപ്പിച്ചത് ഡേവിഡ് കാമറൂൺ എന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. കശാപ്പ് എന്ന് വിശേഷിപ്പിച്ചത് CF ആൻഡ്രൂസ്. ജാലിയൻ വാലാബാഗ് രക്തസാക്ഷികളുടെ സ്മാരകമാണ് അമർ ജ്യോതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അമർ ജ്യോതി ജവാൻ ഉണ്ട്, അത് വേറെയാണ്. ഇത് അമർ ജ്യോതി അല്ലെ. അമർ ജ്യോതി അമൃത്സറിലാണ്. സ്വതന്ത്ര ജ്യോതി അത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളെ തടവിലാക്കിയിരുന്ന ആൻഡമാൻ നിക്കോബാറിലെ ജയിലിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെ. മയോ പ്രഭു പണി കഴിപ്പിച്ച് ചെയ്യുന്നത്. അതാണ് സ്വതന്ത്ര ജ്യോതി അല്ലെ. ഇവിടെ അമർ ജ്യോതിയാണ് കേട്ടോ. അപ്പൊ ജാലിയൻ വാലാബാഗ് രക്തസാക്ഷികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അമൃത്സറിലാണ്. അത് എന്ത് പേരിൽ അറിയപ്പെടുന്നു? അമർ ജ്യോതി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികരുടെ സ്മാരകമാണ് അമർ ജ്യോതി ജവാൻ എന്ന പേരിൽ അറിയപ്പെടുക. അത് അമർ ജ്യോതി ജവാൻ, ഇത് അമർ ജ്യോതി കേട്ടോ. ഓർമ്മിച്ചേക്കണേ, സാമ്യമുള്ള വാക്കുകളായതുകൊണ്ട് ജസ്റ്റ് സൂചിപ്പിച്ചു എന്ന് മാത്രം. അങ്ങനെ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധം ഇരമ്പിയപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കുവാൻ ചെംസ്ഫോർഡ് പ്രഭു ഒരു കമ്മീഷനെ നിയമിച്ചു. ആ കമ്മീഷന്റെ പേരാണ് ഹണ്ടർ കമ്മീഷൻ. നമ്മൾ ഹണ്ടർ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നേ. നമ്മൾ വൈസ്രോയിമാർ പഠിച്ചപ്പോൾ, റിപ്പൺ പ്രഭു പഠിച്ചപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് ആരായിരുന്നു? ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് ആരായിരുന്നു?
യെസ്. റിപ്പൺ ബ്രൂക്ക് ആയിരുന്നു. ഇത് ഹണ്ടർ അന്വേഷണ കമ്മീഷൻ. അപ്പൊ ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പൺ ബ്രൂക്കുമാണ് നിയമിക്കുക 1882-ൽ. ഇവിടെ ഹണ്ടർ അന്വേഷണ കമ്മീഷനെ നിയമിച്ചത് ചെംസ്ഫോർഡ് ബ്രൂക്കുമാണ്. ഏത് വർഷം? 1922-ൽ. സോറി, 1919ലാണ് നിയമിക്കപ്പെടുക. ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാണ്? 1922. ഓക്കെ, അപ്പൊ വർഷം ഒന്നുകൂടെ ഞാൻ പറയാം. ഹണ്ടർ കമ്മീഷനെ നിയമിച്ചത് 1919ലായിരുന്നു. ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നു ചോദിച്ചാൽ 1922. 22ൽ പക്ഷേ ചെംസ്ഫോർഡ് ആണോ വൈസ്രോയി? അല്ല, റീഡിംഗ് പ്രൂഫുമാണ്. ഹണ്ടർ കമ്മീഷൻ നിയമിച്ചത് 1919 ചെംസ്ഫോർഡ് പ്രൂഫും ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നത് 1922 റീഡിംഗ് പ്രൂഫിന്റെ കാലഘട്ടത്തിൽ. സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാരനാണ് എന്ത് ഹണ്ടർ എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ടല്ലേ അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിക്കുക. റൗലത്ത് നിയമത്തിനെതിരെ പ്രതിഷേധിച്ചവർക്കെതിരെ അവര് വിപ്ലവകാരികളും തീവ്രവാദികളുമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ നടപടി എടുത്തു എന്നായിരുന്നു റിപ്പോർട്ട്. ബ്രിട്ടീഷുകാരുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. അവര് സാധാരണഗതിയിൽ സ്വീകരിക്കേണ്ട നടപടികൾ മാത്രമാണ് സ്വീകരിച്ചത്. അല്ലാതെ പ്രത്യേകമായി ഏതെങ്കിലും വ്യക്തികൾക്കെതിരെയോ അല്ലെങ്കിൽ പ്രത്യേക വ്യക്തിഹത്യക്കോ ഒന്നും ശ്രമിച്ചില്ല എന്നാണ് റിപ്പോർട്ടാ കൊടുക്കുക. അപ്പൊ ഈ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ റീഡിംഗ് പ്രൂഫിന്റെ കാലഘട്ടത്തിൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചപ്പോ ആ ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ടിനെ ഗാന്ധിജി വിമർശിച്ചു. ബ്രിട്ടീഷുകാരുടെ തെറ്റ് മായ്ക്കുന്നതിന് വേണ്ടിയിട്ട്, ബ്രിട്ടീഷുകാർ ചെയ്ത തെറ്റ് മറച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നില്ലേ ഈ റിപ്പോർട്ട് എന്ന് ചോദിച്ചുകൊണ്ട് ആ റിപ്പോർട്ടിനെ വെള്ളപൂശൽ എന്നാണ് ഗാന്ധിജി വിശേഷിപ്പിക്കുക. അപ്പൊ ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ടിനെ വെള്ളപൂശൽ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഗാന്ധിജിയാണ്. അപ്പോ പ്രതിഷേധം വീണ്ടും ആളിക്കത്തുകയാണ് അല്ലെ? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായത് റൗലത്ത് നിയമം. ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ. ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നത് 1922 റീഡിംഗ് പ്രൂഫിന്റെ കാലഘട്ടത്തിൽ. അപ്പോഴും പ്രതിഷേധം അവസാനിക്കുന്നുണ്ടോ? ഇല്ല, പ്രതിഷേധം ആളിക്കത്തുകയാണ്. അങ്ങനെ റീഡിംഗ് പ്രൂഫ് എന്ത് ചെയ്യുന്നു? ഈ റൗലത്ത് നിയമം തന്നെ പിൻവലിക്കാൻ തീരുമാനിക്കുന്നു. ഒടുവിൽ പ്രതിഷേധങ്ങളൊക്കെ കാരണം റൗലത്ത് നിയമം പിൻവലിച്ചത് 1922 അപ്പോഴത്തെ വൈസ്രോയിയായ റീഡിംഗ് പ്രൂഫ്. ഓക്കെ, അപ്പൊ റൗലത്ത് നിയമം പാസ്സാക്കിയത് 1919 മാർച്ച് മാസമാണ്. ചെംസ്ഫോർഡ് പ്രൂഫിന്റെ കാലഘട്ടത്തിൽ പിൻവലിക്കുന്നത് 1922 റീഡിംഗ് പ്രൂഫിന്റെ കാലഘട്ടം. സെറ്റാണേ. അപ്പോ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയും റൗലത്ത് നിയമവും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. SCERT ഫാക്ട് ആണ് നമ്മൾ പഠിച്ചത് അത്രയും. കൃത്യമായി തന്നെ പഠിച്ചുറപ്പിക്കണം. നമുക്ക് പൂർണ്ണമായിട്ട് ഒന്ന് റിവിഷൻ ചെയ്ത് ഉറപ്പിച്ചാലോ? ഓക്കെ. അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട് നിലവിൽ വന്നത് 1919 മാർച്ച് 10. നിർദ്ദേശം നൽകിയ കമ്മിറ്റി സിഡ്നി റൗലത്ത് കമ്മിറ്റി നിയമിക്കപ്പെട്ടത് 1917 ചെംസ്ഫോർഡ് പ്രൂഫിന്റെ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ ഈ കമ്മിറ്റിയുടെ ചെയർമാൻ സിഡ്നി റൗലത്ത് ആയതുകൊണ്ട് ആ നിയമം റൗലത്ത് നിയമം എന്നറിയപ്പെടുന്നു. ഹേബിയസ് കോർപ്പസ് റദ്ദ് ചെയ്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുകയും പരമാവധി 2 വർഷം വരെ തടവിലാക്കുകയും ചെയ്യാവുന്ന നിയമമാണ്. അത് വ്യക്തി കേന്ദ്രീകൃതമായി തെറ്റായ രീതിയിൽ വിനിയോഗിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജി എതിർക്കുകയാണ് അല്ലെ? എതിർത്തത് ഗാന്ധിജിയാണ്. ഗാന്ധിജി റൗലത്ത് നിയമത്തെ കരിനിയമം എന്നാണ് പരാമർശിക്കുക. നിയമത്തെ എതിർത്തുകൊണ്ട് ഭൂനികുതി നൽകാതെ പ്രതിഷേധിക്കുവാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് സ്വാമി ശ്രദ്ധാനന്ദ. ഈ സ്വാമി ശ്രദ്ധാനന്ദയുടെ ആശയം ഇന്ത്യ ഒട്ടാകെ പ്രചരിപ്പിച്ചത് ഗാന്ധിജി തന്നെ. ഈ നിയമത്തെ പിന്തുണച്ച വ്യക്തിയായിരുന്നു ചെംസ്ഫോർഡ് എന്ന വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമായ ചേറ്റൂർ ശങ്കരൻ നായർ. ഗാന്ധിജി പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങി തിരിച്ചപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് ചേറ്റൂർ ശങ്കരൻ നായർ എഴുതിയ പുസ്തകമായിരുന്നു ഗാന്ധിയും അരാജകത്വവും. റൗലത്ത് നിയമത്തിനെതിരെ സത്യാഗ്രഹത്തിന് ആഹ്വാനം ചെയ്തത് ഗാന്ധിജിയാണ്. സത്യാഗ്രഹ സഭ സ്ഥാപിച്ചതാകട്ടെ ബോംബെയിൽ. രാജ്യം മുഴുവൻ ഈ നിയമത്തിനെതിരെ കരിദിനം ആചരിക്കുവാൻ ആഹ്വാനം ചെയ്തത് ഗാന്ധിജിയാണ്. എന്നാണ് കരിദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്തത്? 1919 ഏപ്രിൽ 6. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒട്ടാകെ നടപ്പിലാക്കപ്പെട്ടതുകൊണ്ട് ഈ റൗലത്ത് സത്യാഗ്രഹത്തെ ഗാന്ധിജിയുടെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുവയ്പ് അല്ലെങ്കിൽ കാൽവയ്പ് എന്ന് വിശേഷിപ്പിക്കുന്നു. ഇന്ത്യ ഒട്ടാകെ പ്രതിഷേധ സമരം നടന്നു. അതിൽ ദാരുണ സംഭവം ഉണ്ടായത് പഞ്ചാബിലെ അമൃത്സറിലാണ്. അതേക്കുറിച്ച് നമ്മൾ നോക്കുന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല പഞ്ചാബിലെ അമൃത്സറിലാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത്. കാരണം റൗലത്ത് നിയമത്തിനെതിരെയുള്ള പ്രതിഷേധം. എന്നാ പ്രതിഷേധം ഉണ്ടായേ? 1919 ഏപ്രിൽ 6 അല്ലെ? പഞ്ചാബിൽ റൗലത്ത് സത്യാഗ്രഹത്തിന് 1919 ഏപ്രിൽ 6 നടന്ന റൗലത്ത് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സൈഫുദ്ദീൻ കിച്ചിലുവും ഡോക്ടർ സത്യപാലുമായിരുന്നു. ഈ രണ്ടുപേരെയും 1919 ഏപ്രിൽ 10 പോലീസ് അറസ്റ്റ് ചെയ്തു. ജനങ്ങൾ അവരെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് തയ്യാറായോ? ഇല്ല. അതിനെതിരെ ജനങ്ങൾ പ്രതിഷേധിക്കുകയാണ് അല്ലെ? നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജനങ്ങൾ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് ഒരുമിച്ച് കൂടി. ഈ ജനക്കൂട്ടത്തെ വെടിവെക്കാൻ ഉത്തരവിട്ട പഞ്ചാബ് ഗവർണർ ആയിരുന്നു മൈക്കിൾ ഒഡയർ. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത്
പകരം വീട്ടുക എന്ന ലക്ഷ്യത്തോടുകൂടി ഉദ്ധം സിംഗ് ഇദ്ദേഹത്തെ ലണ്ടനിൽ വെച്ച് 1940 മാർച്ച് 13 വധിച്ചു. ഉത്തരവ് നടപ്പിലാക്കിയ സൈന്യാധിപനായിരുന്നു ജനറൽ റെജിനാൾഡ് ഡയർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് ഗാന്ധിജി കൈസർ-ഇ-ഹിന്ദ് ബഹുമതി തിരികെ നൽകി. രവീന്ദ്രനാഥ ടാഗോർ സർ പദവി ഉപേക്ഷിച്ചു. ചേറ്റൂർ ശങ്കരൻ നായർ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ചു. മുഹമ്മദ് അലി ജിന്ന, മസൂർ ഉൾ ഹഖ്, മദൻ മോഹൻ മാളവ്യ തുടങ്ങിയവര് ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു. ഇന്ത്യക്കാര് വിമർശനം ഉന്നയിച്ചപ്പോൾ ബ്രിട്ടീഷുകാരും അതേ കാഴ്ചപ്പാടല്ല അതിനെ പിന്തുണയ്ക്കുന്ന കാര്യം നമുക്ക് നോക്കാം. രാക്ഷസീയമായ ഒരു നടപടി എന്ന് വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ലജ്ജാവഹം എന്ന് വിശേഷിപ്പിച്ചത് ഡേവിഡ് കാമറൂണും. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ ഒരു കശാപ്പ് എന്ന് വിശേഷിപ്പിച്ചത് സി.എഫ്. ആൻഡ്രൂസ്. ജാലിയൻ വാലാബാഗ് രക്തസാക്ഷികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലെ അമൃത്സറിലാണ്. അത് അറിയപ്പെടുന്നത് അമർ ജ്യോതി എന്നും. ഹണ്ടർ കമ്മീഷൻ നിയമിക്കപ്പെടുകയാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കുവാൻ. നിയമിക്കപ്പെട്ടത് 1919 സെംസ്ഫോർഡ് കാലന്റെ കാലഘട്ടത്തിൽ. റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നത് 1922 റീഡിംഗ് പ്രൂഫിന്റെ കാലഘട്ടത്തിൽ. ബ്രിട്ടീഷുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നതായിരുന്നു റിപ്പോർട്ടിന്റെ വളരെ ചുരുക്കമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇതിനെ വിമർശിച്ചുകൊണ്ട് ഗാന്ധിജി രംഗത്തെത്തുന്നു. ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ടിനെ വെള്ളപൂശൽ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയായിരുന്നു. തുടർന്ന് പ്രതിഷേധം ആളിക്കത്തിയപ്പോൾ ഈ റൗലത്ത് നിയമം പിൻവലിക്കുവാൻ റീഡിംഗ് പ്രൂഫ് എന്ന വൈസ്രോയി തയ്യാറായി. ഈ റൗലത്ത് നിയമം പിൻവലിക്കപ്പെട്ടത് എന്നായിരുന്നു 1922 സെറ്റാണേ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമേഖലയാണ്. ക്ലാസ്സിൽ വെച്ച് തന്നെ നിങ്ങൾ പഠിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്ലാസ്സിലുള്ള കാര്യങ്ങൾ ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചു മുന്നോട്ട് പോവുക. കിട്ടുന്ന സമയത്ത് മാക്സിമം റിവിഷൻ ചെയ്ത് ഉറപ്പിക്കുകയും ചെയ്യാം. ഓക്കെ അല്ലേ? മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടുമുട്ടാം.